ഹലോ പ്രിയ കൂട്ടുകാരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4ാം സെമസ്റ്റർ BSc മലയാളം സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിൽ വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്നതിൻ്റെ മലയാള വിവർത്തന ഭാഗമായ അധഃപതനം നാലപ്പാട്ട് നാരായണ മേനോൻ വിവർത്തനം ചെയ്തൊരു പാഠ്യഭാഗമുണ്ട് നമുക്ക് പഠിക്കാൻ. നിങ്ങൾ വിക്ടർ ഹ്യൂഗോയെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടാവാം. ഒരു ഫ്രഞ്ച് റൊമാൻറ്റിക് എഴുത്തുകാരനാണ്. കവിയും ഉപന്യാസകാരനും നാടകകൃത്തും മനുഷ്യാവകാശ പ്രവർത്തകനും പത്രപ്രവർത്തകനും രാഷ്ട്രീയക്കാരൻ എന്ന നിലകളിലെല്ലാം അറിയപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു വിക്ടർ ഹ്യൂഗോ. 1802 ഫെബ്രുവരി മാസത്തിൽ ജനിച്ച് 1885 മെയ് 22 ഈ ലോകത്തോട് വിട പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയപരമായിട്ടുള്ള ഒരു കൃതിയാണ് വിക്ടർ ഹ്യൂഗോവിൻ്റെ നെ മിറാബിളെ എന്ന കൃതി. ആ കൃതിയാണ് ലെ മിറാബിളെ എന്ന കൃതി മലയാളത്തിലേക്ക് നാലപ്പാട്ട് നാരായണ മേനോൻ പാവങ്ങൾ എന്ന പേരിൽ വിവർത്തനം ചെയ്യുകയുണ്ടായി. മലയാളത്തിലെ പ്രശസ്ത സാഹിത്യകാരനും കവിയും വിവർത്തനം എന്നീ രേഖകളിലൊക്കെ ശ്രദ്ധേയപരമായിട്ടുള്ള വ്യക്തി മുദ്ര പതിപ്പിച്ച ഒരാളായിരുന്നു നാലപ്പാട്ട് നാരായണ മേനോൻ. 1925 നടത്തിയ ഈ വിവർത്തനം മലയാള ഗദ്യശൈലിയെ കാര്യമായി സ്വാധീനിച്ച ഒന്നായി വിലയിരുത്തപ്പെടുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ നോവലുകളിൽ ഒന്നാണ് നാലപ്പാട്ട് നാരായണ മേനോൻ്റെ പാവങ്ങൾ. ഇതിൽ നിന്നെടുത്ത അധഃപതനം എന്ന് പറയുന്ന പാഠ്യഭാഗമാണ് നമുക്ക് പഠിക്കാനുള്ളത്. മാനവികതയുടെ വിജയത്തിൻ്റെ സൂചന ഈ ഭാഗത്തുണ്ട്. കരുണയും ക്ഷമയും സ്നേഹം തുടങ്ങിയ മൂല്യങ്ങൾ മനുഷ്യനെ ഉണർത്തുന്നു എന്ന സന്ദേശം ഈ പാഠഭാഗം തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ സാമൂഹിക അനീതിക്ക് എതിരെയുള്ള ഒരു നിലവിളി നമുക്ക് ഈ പാഠ്യഭാഗത്ത് കാണാൻ കഴിയും. ദാരിദ്ര്യവും വർഗവ്യത്യാസവും നിയമത്തിൻ്റെ ക്രൂരതയും വിശപ്പുമെല്ലാം പ്രമേയപരമായി വരുന്ന ഒരു നോവലാണ് പാവങ്ങൾ എന്നുള്ളത്. അതിലെ ഒരധ്യായമാണ് അധഃപതനം എന്നുള്ളത്. ഈ അധഃപതനം എന്ന് പറയുന്ന പാഠ്യഭാഗത്ത് ഒരു ഒക്ടോബർ മാസത്തിൻ്റെ ആദ്യത്തിൽ സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഡി എന്ന പട്ടണത്തിൽ എത്തിച്ചേർന്ന വഴിപോക്കൻ മുഷിഞ്ഞ് ക്ഷീണിതനായ വേഷത്തോടെ ഒത്തുചേർന്ന അയാൾ ആ നാട്ടുകാരനെന്ന് നമുക്ക് മനസ്സിലാക്കാം. കോൾബയിലെത്തിയ അയാൾ 3 സാമന്ത രാജകുമാരന്മാർ എന്ന പേരുള്ള പ്രസിദ്ധമായ ഹോട്ടലിലെത്തി. തൻ്റെ കയ്യിൽ പൈസയുണ്ടെന്ന് അയാൾ കാണിച്ചു കൊടുത്തെങ്കിലും ഹോട്ടലിലെ ഉടമസ്ഥൻ അയാൾക്ക് അവിടെ നിന്ന് ഇറക്കി വിടുകയാണെന്ന് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഭക്ഷണം അയാൾ ആവശ്യപ്പെട്ടുവെങ്കിലും നൽകുന്നില്ല. അവിടെ നിന്നും ഹോട്ടലിൻ്റെ മട്ടിലുള്ള മറ്റൊരു ചാരായക്കടയിലേക്ക് അയാൾ പോകുന്നുണ്ട്. അപരിചിതനായ അയാൾക്ക് ഭക്ഷണവും വിശ്രമസ്ഥലവും കൊടുക്കാൻ ഉടമസ്ഥൻ ആദ്യം തയ്യാറാവുന്നുണ്ട് എങ്കിലും അയാളെ മനസ്സിലായപ്പോൾ അവിടെ നിന്ന് ഇറക്കി വിടുന്നുണ്ട്. ആ യാത്രയിൽ എല്ലാവരും ഒരു വിചിത്ര ജീവിയോടെന്ന പോലെ ഈ വ്യക്തിയോട് പെരുമാറുന്നുണ്ട്. കുട്ടികൾ അയാളെ കല്ലെറിയുന്നുണ്ട്. ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അയാൾ ജയിലിലേക്ക് തന്നെ തിരിച്ചു നടന്നു. എന്നാൽ അവിടെയും അയാളെ കയറ്റിയില്ല. പിന്നീട് അയാൾ വളരെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കുടുംബത്തിന് മുന്നിലാണ് അഭയം ചോദിച്ചെത്തിയത്. തനിക്ക് അഭയം തരാമോ എന്ന് ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് ഹോട്ടലിൽ പോയില്ല എന്ന് കുടുംബനാഥൻ ചോദിക്കുന്നു. അവരൊന്നും തന്നെ സ്വീകരിച്ചില്ല എന്ന് അയാൾ പറയുമ്പോൾ പന്തികേട് മനസ്സിലാക്കിയ കുടുംബനാഥനും അയാളെ ഇറക്കി വിടുന്നുണ്ട്. അവിടെ നിന്നും ഇറങ്ങിയ അയാൾ റോഡ് പണിക്കാരുടേതെന്ന് തോന്നുന്ന ഒരു കുടിലിൽ അഭയം തേടുന്നു. പക്ഷേ അതൊരു നായകളൊക്കെ താമസിക്കുന്ന ഒരു കൂടാരമായിരുന്നു. അവിടെ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് ഓടിയ അയാൾ വഴിക്കല്ലിൽ തളർന്നിരിക്കുന്നുണ്ട്. രാത്രി 8 മണിയോടുകൂടി അയാൾ നടന്നെത്തിയത് ഒരു അച്ചുകൂടത്തിൻ്റെ മുമ്പിലായിരുന്നു. തൊട്ടടുത്ത പള്ളിയിൽ നിന്ന് ഒരു വൃദ്ധ ഇറങ്ങി വന്ന് അയാളോട് വിവരങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അവൾ ചൂണ്ടിക്കാണിച്ച പള്ളിയോട് ചേർന്ന ഉയരം കുറഞ്ഞ വീട്ടിൽ ചെന്നയാൾ അഭയം തേടാൻ തീരുമാനിക്കുന്നുണ്ട്. മോൺസ്നേൻ, മദാം മുക്ലേർ, മദാം വവ്വോൽ ബെസ്തിസ്തീൻ എന്നിങ്ങനെ 3 പേർ താമസിക്കുന്ന ഇടമായിരുന്നു അത്.
തെരുവിൽ കണ്ട മനുഷ്യരെക്കുറിച്ച് തന്നെയായിരുന്നു അവിടെയും സംസാരം. എല്ലാവരും പേടിച്ചിരിപ്പാണ്. ആ അപരിചിതനായ ആൾ എവിടെയാണ് രാത്രി പ്രത്യക്ഷപ്പെടുകയെന്നറിയില്ല എന്ന് പറയുന്നു. വളരെ ശ്രദ്ധിക്കണം, പൂട്ട് വളരെ ഉറപ്പ് വേണം. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതിലിൽ മുട്ടു കേൾക്കുന്നു. ശക്തിയായി ഉന്തിയപ്പോൾ വാതിൽ തുറന്നു. ആ വഴിപോക്കൻ തന്നെയായിരുന്നു അത്. അയാൾ സ്വയം എന്തു ചെയ്യുന്നു, മെത്രാന് പരിചയപ്പെടുത്തുന്നുണ്ട്. താൻ ജയിൽ ശിക്ഷ കഴിഞ്ഞു വരികയാണെന്നും അതുകൊണ്ട് തന്നെ ആരും തന്നെ സ്വീകരിച്ചില്ല എന്നും തനിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടെന്നും അയാൾ പറയുന്നു. ജാങ് വാൽ രാങ് എന്നാണ് അയാളുടെ പേര് എന്നും പറയുന്നു. പാവങ്ങൾ എന്ന നോവലിലെ മുഖ്യ കഥാപാത്രമായ ജാങ് വാൽ രാങ് ദരിദ്രനായ ഒരു മരംവെട്ടുകാരനായിരുന്നു. അയാളുടെ വിധവയായ സഹോദരിക്കും അവരുടെ 7 മക്കളും അയാളുടെ സംരക്ഷണയിലായിരുന്നു കഴിഞ്ഞു പോന്നിരുന്നത്. ഒരു മഴക്കാലത്ത് വിശന്നു പൊരിഞ്ഞ രാത്രിയിൽ മക്കൾ വിശന്നു കരയുന്നത് കണ്ട് സഹിക്കാനാവാതെ ചെറുപ്പക്കാരനായ ജാങ് വാൽ രാങ് ബേക്കറിയിൽ നിന്ന് റൊട്ടി മോഷ്ടിക്കുന്നു. ചില്ലലമാര പൊട്ടിക്കുമ്പോൾ അയാളുടെ കൈ മുറിവേറ്റു. ചോര വാർന്നൊഴുകുന്ന കൈയുമായി അയാൾ ഓടുകയാണ്. അയാളെ കടയുടമ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചു. 5 വർഷത്തേക്ക് തടവ് ശിക്ഷ ലഭിച്ചു. പലവട്ടം ജയിൽ ചാടാൻ ശ്രമിച്ചതുകൊണ്ട് ശിക്ഷ 19 വർഷമായി. ജയിലിൽ നിന്നിറങ്ങി എവിടെ ചെന്നാലും ജയിൽ പുള്ളിയായിരുന്നു എന്ന് പറയുന്ന മഞ്ഞ കാർഡ് കാട്ടണം. അതയാൾക്ക് മറ്റൊരു ശിക്ഷയായി. വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞ് പലയിടത്തും അയാൾ അഭയം ചോദിച്ചെങ്കിലും ആരും നൽകിയില്ല. പകരം അട്ടിയിറക്കപ്പെട്ടു. അങ്ങനെ അയാൾ ഇപ്പോൾ മതാചാര്യനായ മെത്രാന്റെ അടുത്തെത്തുന്നു. അതിഥിയായി ജാങ് വാൽ രാങ്ങിനെ മെത്രാൻ സ്വീകരിക്കുന്നു. മെറിയൽ എന്ന് പറയുന്ന മെത്രാൻ. അദ്ദേഹം അഭയം നൽകുന്നു, ഉറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നു. എങ്കിലും അയാൾക്ക് ഉറങ്ങുവാൻ കഴിഞ്ഞില്ല. അയാളുടെ ശ്രദ്ധ മുഴുവൻ മേശപ്പുറത്തിരിക്കുന്ന വെള്ളി സാധനങ്ങളിലായിരുന്നു. അയാൾ മെത്രാൻ കിടക്കുന്ന വാതിലിനടുത്തെത്തി തള്ളി വിടവുണ്ടാക്കി മുറിയിൽ കിടന്ന് കൊട്ടയിൽ വെച്ചിരുന്ന വെള്ളി സാധനങ്ങൾ ഭാണ്ഡത്തിലാക്കി അതുമായി മതിൽ ചാടിക്കടന്നോടിപ്പോയി. പിറ്റേന്ന് രാവിലെ മെത്രാനും മറ്റുള്ളവരും ഈ വെള്ളി സാധനങ്ങൾ തലേന്ന് വന്ന മനുഷ്യൻ മോഷ്ടിച്ച വിവരം മനസ്സിലാക്കുന്നുണ്ട്. അതേസമയം പോലീസുകാർ അയാളുമായി തെളിവെടുപ്പിന് അവിടെ എത്തുന്നു. എന്നാൽ മെത്രാൻ ജാങ് വാൽ രാങ്ങിനെ സംരക്ഷിക്കുകയാണ് ചെയ്തത്. മെത്രാൻ കൊടുത്തതാണ് വെള്ളി സാമാനങ്ങൾ എന്ന് പറഞ്ഞതോടെ പോലീസുകാർ അയാളെ വെറുതെ വിട്ടു. മതിൽ ചാടിക്കടന്ന് വരേണ്ടതില്ല എന്നും നേർവഴി വരണമെന്നും മെത്രാൻ ഓർമ്മപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ ചെവിയിൽ താൻ സത്യവാനായിരിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുള്ളതായും പറയുന്നു. പകൽ മുഴുവൻ ജാങ് വാൽ രാങ് അലഞ്ഞു നടന്നു. ഒരുപാട് ഓർമ്മകളുമായി ആരോടുന്നില്ലാതെ ദേഷ്യം തോന്നി. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് അലഞ്ഞു നടക്കുന്നവരായ കുട്ടികളിൽ ഒരുവൻ അയാളുടെ അടുത്തെത്തി. നിർത്താതെ പാട്ടുപാടി നടക്കുന്നതിനിടയിൽ അവൻ കയ്യിലുള്ള സ്യൂ നാണയമെടുത്ത് മേൽപോട്ട് പുറം കൈ കൊണ്ട് പിടിച്ചു കളിച്ചിരുന്നു. അവൻ കളിച്ചിരുന്ന 40 സ്യൂ നാണ്യം കയ്യിൽ നിന്ന് വഴുതിപ്പോയി. അതുരുണ്ട് ജാങ് വാൽ രാങ്ങിൻ്റെ കാലിനടിയിലെത്തി. അയാൾ അതിൽ ചവിട്ടി പിടിച്ചു. കുട്ടി അയാളുടെ അടുത്തെത്തി തൻ്റെ പണം ആവശ്യപ്പെട്ടു. ജാങ് വാൽ രാങ് അവനെ പരിചയപ്പെട്ടു. ജർവിക്യൂട്ടി എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവൻ കരഞ്ഞപേക്ഷിച്ചിട്ടും അയാൾ പണം കൊടുത്തില്ല. പകരം പേടിപ്പിച്ചോടിച്ചു. കാലിനടിയിൽ ചൂഴ്ന്നുപോയ നാണയം അയാൾ എടുത്തെങ്കിലും പിന്നീട് അയാൾ ജർവിക്യൂട്ടിയെ അന്വേഷിക്കുകയാണ് ചെയ്തത്. അയാൾ ഉച്ചത്തിൽ അയാളുടെ പേര് വിളിച്ചു. അതുവഴി കുതിരപ്പുറത്ത് വന്ന ഒരു മതാചാര്യനോട് അവനെപ്പറ്റി അന്വേഷിച്ചു. ഉത്തരം കൃത്യമായി ലഭിച്ചില്ലെങ്കിലും തൻ്റെ കയ്യിലുള്ള നാണയത്തിൽ നിന്ന് കുറച്ചെടുത്ത് മതാചാര്യന് നൽകി അത് പാവങ്ങൾക്ക് കൊടുക്കാൻ ആവശ്യപ്പെട്ടു. ജർവിക്യൂട്ടിയെ കാണാൻ കഴിയാതെ വിഷമിച്ച് താൻ ഒരു ദുഷ്ടനാണെന്ന് അയാൾ പരിതപിച്ചു. നല്ലവനായ മെത്രാന്റെ പ്രവൃത്തികൾ അയാൾ ജീവിതത്തിൽ വരുത്തിയ പരിവർത്തനങ്ങളെ അയാൾ തിരിച്ചറിഞ്ഞു. അയാളുടെ ഉള്ളിലുണ്ടായ മൃഗീയത മൂലം അയാൾ പണത്തിനു മുകളിൽ കാലമർത്തിയെങ്കിലും ബുദ്ധി ഉണർത്തപ്പോൾ ദുഃഖം കൊണ്ട് ചുരുങ്ങി നിലവിളിച്ചു അയാൾ കുട്ടിയെ കണ്ടെത്തുന്നു. തൻ്റെ ഉള്ളിലെ പ്രകാശം മെത്രാനാണെന്ന് അയാൾ തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ മനസാക്ഷിയ 2 പേരെയും, മെത്രാനെയും ജാങ് വാൽ രാങ്ങിനെയും തുലാസിലിട്ടു.
പതുക്കെ രണ്ടാമത്തെയാൾ ഴാങ് വാൾ ഴാങ് ചുരുങ്ങി ഇല്ലാതായി. അയാൾ കരഞ്ഞു. ഒരു സ്ത്രീയേക്കാൾ പാവമായും കുട്ടിയേക്കാൾ പേടിച്ചും അയാൾ കരഞ്ഞു. ആത്മാവിൻ്റെ പ്രഭാതമായി. താൻ ചെയ്ത തെറ്റോർത്ത് അയാൾ പശ്ചാത്തപിച്ചു. അവിടെ നിന്ന് അയാൾ എവിടേക്കാണ് പോയതെന്ന് മറ്റാർക്കും അറിവില്ല. അന്നു രാത്രി മെത്രാൻ വെൽക്കമിൻ്റെ വീട്ടുവാതിലിന് മുമ്പിൽ ഒരാൾ ഈശ്വരവന്ദനത്തിനായി മുട്ടുകുത്തിയിരിക്കുന്നത് ഒരു അഞ്ചലോട്ടക്കാരൻ കാണുകയുണ്ടായി. ഇത്രയും പറഞ്ഞുകൊണ്ടാണ് അധഃപതനം എന്ന് പറയുന്ന ഭാഗം അവസാനിക്കുന്നത്. മുൻപ് ഞാൻ പറഞ്ഞതുപോലെ മാനവികതയുടെ ദർശനത്തെ, അതോടൊപ്പം തന്നെ കരുണയെ, ക്ഷമയെ, സ്നേഹത്തെ, അതോടൊപ്പം തന്നെ വിശപ്പിനെ, ദാരിദ്ര്യത്തെ, നിലവിളികളെ, വർഗവ്യത്യാസത്തെ, നിയമത്തിൻ്റെ ക്രൂരതയെ ഇതൊക്കെ ബോധ്യപ്പെടുത്തുന്ന, മാനവികതയുടെ എല്ലാ തലങ്ങളെയും അടയാളപ്പെടുത്തുന്ന ഒരു പാഠ്യഭാഗമാണ് നമുക്ക് വിക്ടർ ഹ്യൂഗോയുടെ പാവങ്ങൾ എന്ന നാലപ്പാട്ട് നാരായണ മേനോൻ്റെ വിവർത്തന ഭാഗത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.